ഹായ് ഹലോ. ഇന്ന് കുറച്ച് വെയിലൊക്കെയുള്ള നല്ലൊരു ദിവസമായിരുന്നു. നൈറ്റ് മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിന് മുന്നേ ചാർജ് ചെയ്യാനായിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ബീഫ് ബേഴ്സിന്റെ ബർഗറാണ് ഓർഡർ ചെയ്തത്. 2024 വേൾഡ് ഫുഡ് ചാമ്പ്യൻഷിപ്പിൽ വേൾഡിലെ 4ാമത്തെ ബെസ്റ്റ് ബർഗർ അവാർഡ് വിൻ ചെയ്തിട്ടുള്ളതാണ് ഇവര്. ഞാൻ എന്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ബർഗേഴ്സ് ഇവരുടെയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മൂവിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. രാവിലെ തൊട്ടേ ഇങ്ങനെ വെയിലും ക്ലിയർ സ്കൈയും ഒക്കെ ആയിരുന്നു. പകുതി വഴി എത്തിയപ്പോഴത്തേക്കും അവിടെ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ റിട്ടേൺ അടിച്ചു. പിന്നെ ഏതോ ഇടവഴിയൊക്കെ കയറിയിട്ടാണ് എത്തിയത്. എന്തായാലും സിനിമ തുടങ്ങുന്നതിന് മുന്നേ എത്തി. ഇന്ന് സിനിമ കാണാൻ എത്തിയേക്കുന്നത് സിനി വേൾഡിലാണ് കേട്ടോ. വാഴ 2 ആണ് കാണാൻ പോകുന്നത്. സോ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആസ് യൂഷ്വൽ പോപ്കോൺ ഒക്കെ മേടിച്ച് സെറ്റായി. സിനിമയ്ക്ക് കയറി പിന്നെ കുറേ നേരം പരസ്യമായിരുന്നു. അങ്ങനെ സിനിമ തുടങ്ങി. നല്ല സിനിമയായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഇമോഷണൽ ആണ്. മിക്സ് ഓഫ് ഇമോഷൻസ്, കുറച്ച് കോമഡി എല്ലാം കൂടി നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ. ഹായ് ഹലോ. ഇന്ന് കുറച്ച് വെയിലൊക്കെയുള്ള നല്ലൊരു ദിവസമായിരുന്നു. നൈറ്റ് മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിന് മുന്നേ ചാർജ് ചെയ്യാനായിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ബീഫ് ബേഴ്സിന്റെ ബർഗറാണ് ഓർഡർ ചെയ്തത്. 2024 വേൾഡ് ഫുഡ് ചാമ്പ്യൻഷിപ്പിൽ വേൾഡിലെ 4ാമത്തെ ബെസ്റ്റ് ബർഗർ അവാർഡ് വിൻ ചെയ്തിട്ടുള്ളതാണ് ഇവര്. ഞാൻ എന്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ബർഗേഴ്സ് ഇവരുടെയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മൂവിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. രാവിലെ തൊട്ടേ ഇങ്ങനെ വെയിലും ക്ലിയർ സ്കൈയും ഒക്കെ ആയിരുന്നു. പകുതി വഴി എത്തിയപ്പോഴത്തേക്കും അവിടെ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ റിട്ടേൺ അടിച്ചു. പിന്നെ ഏതോ ഇടവഴിയൊക്കെ കയറിയിട്ടാണ് എത്തിയത്. എന്തായാലും സിനിമ തുടങ്ങുന്നതിന് മുന്നേ എത്തി. ഇന്ന് സിനിമ കാണാൻ എത്തിയേക്കുന്നത് സിനി വേൾഡിലാണ് കേട്ടോ. വാഴ 2 ആണ് കാണാൻ പോകുന്നത്. സോ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആസ് യൂഷ്വൽ പോപ്കോൺ ഒക്കെ മേടിച്ച് സെറ്റായി. സിനിമയ്ക്ക് കയറി പിന്നെ കുറേ നേരം പരസ്യമായിരുന്നു. അങ്ങനെ സിനിമ തുടങ്ങി. നല്ല സിനിമയായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഇമോഷണൽ ആണ്. മിക്സ് ഓഫ് ഇമോഷൻസ്, കുറച്ച് കോമഡി എല്ലാം കൂടി നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.